OnePlus first foldable smartphone പുറത്തു വരാൻ പോവാണ്. ഇത് അറിയപ്പെടുന്നത് OnePlus Foldable അല്ല, OnePlus Open. അതാണ് ആ ഒരു മോഡലിന്റെ പേരെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ ഒരു മോഡലിന്റെ സ്പെസിഫിക്കേഷൻ, അതുപോലെ പ്രൈസ്, അതുപോലെ ഇതിന്റെ ഡിസൈൻസ് കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഉള്ള ഡീറ്റെയിൽസ് അറിയാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഡിസൈൻ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ആ ഒരു OnePlus Open എന്ന് പറയുന്ന മോഡലിന്റെ ഡിസൈൻ കാര്യങ്ങൾ വരുന്നത്. അതായത് നമുക്ക് ആ ഫ്രണ്ടിലുള്ള ബാക്ക് കവറും കാര്യങ്ങളും കാണാൻ പറ്റും, ആ ഒരു കവർ സ്ക്രീൻ കാണാൻ പറ്റും, പിന്നെ മെയിൻ ഡിസ്പ്ലേ കാര്യങ്ങളും നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ക്യാമറ മോഡിൽ കാണുവാണെങ്കിൽ സർക്കിൾ ബേസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മുടെ അൺബോക്സിംഗ് തെറാപ്പി അതിൻ്റെ ലൈവ് ആയിട്ടുള്ള ഡിസൈനും കാര്യങ്ങളും പുറത്തുവിട്ടുണ്ടായിരുന്നു. അതിനുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി പുള്ളിക്കുണ്ടായി. അപ്പം പുള്ളി അതിൻ്റെ ഡിസൈൻസും കാര്യങ്ങളും പുറത്തുവിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് അത് കാണാൻ പറ്റും, ലൈവ് ആയിട്ടുള്ള ആ ഒരു ഡിസൈനും കാര്യങ്ങളും കാണാൻ പറ്റും. അതായത് OnePlusന്റെ ഐക്കോണിക് ആയിട്ടുള്ള ആ ഒരു അലൈവ് സ്ലൈഡറും കാര്യങ്ങളും ഈ ഒരു മോഡൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്നും എടുത്തു കളഞ്ഞില്ല, താങ്ക്സ് ടു OnePlus. ഓക്കെ, സോ ആ ഒരു ഓപ്ഷൻ നമുക്ക് ഈ ഒരു ഓപ്പണിലും കിട്ടുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ ഒരു പവർ ബട്ടണിലാണ് ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളും കൊണ്ടുവന്നിരിക്കുന്നത്. OnePlus ഈ ഒരു ഫോൾഡബിൾ സ്മാർട്ട് ഫോണിൽ കോഡ് സ്പീക്കർ സിസ്റ്റം ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ടോപ്പ് സൈഡിൽ 2 സ്പീക്കറും ബോട്ടം സൈഡിൽ 2 സ്പീക്കറാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം നല്ലൊരു ഓഡിയോ എക്സ്പീരിയൻസ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു മോഡലിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ ഈ ഒരു വീഡിയോയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും, അതായത് നോർമലുള്ള ഫോൾഡബിൾ ഫോണിലുള്ള ഹിഞ്ചസ് അല്ല ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. കുറച്ചും കൂടെ തിന്നറായിട്ടുള്ള ഹിഞ്ചസ് ആണ് ഈ ഒരു ഫോൾഡബിൾ സ്മാർട്ട് ഫോണിൽ കൊണ്ടുവന്നിരിക്കുന്നത്, OnePlusന്റെ സൈഡിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ ഈ ഒരു മോഡൽ കംപ്ലീറ്റ് ആയിട്ട് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് യാതൊരു ഗ്യാപ്പോ കാര്യങ്ങളോ അതിൻ്റെ ഇടയ്ക്ക് കാണാൻ കഴിയില്ല. കാരണം വെച്ചാൽ മൂപ്പര് അതിൽ തന്നെ ആ ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു മോഡൽ ഫോൾഡ് ചെയ്യാൻ പറ്റും, യാതൊരു ഗ്യാപ്പോ കാര്യങ്ങളോ ആ ഒരു മോഡൽ ഉണ്ടാവില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 2 ഇമേജസ് കാണാൻ പറ്റും. അതിൽ ഒന്നെന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ C5 Fold എന്ന് പറയുന്ന മോഡലും, അതുപോലെ മറ്റൊന്നെന്ന് പറയുന്നത് OnePlusന്റെ ഓപ്പൺ എന്ന് പറയുന്ന ഫോൾഡബിൾ സ്മാർട്ട് ഫോണാണ്. OnePlusന്റെ ഓപ്പൺ എന്ന് പറയുന്ന ആ ഒരു മോഡൽ നോക്കുന്ന സമയത്ത് ഒരു സ്മാർട്ട് ഫോണിൻ്റെ ആ ഒരു സ്ക്രീൻ സൈസാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ C5 Fold എന്ന് പറയുന്ന സമയത്ത് കുറച്ചും കൂടെ വീതി കുറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ ആ ഒരു ഡിസൈൻ എങ്ങനെയാണെന്ന്. അപ്പം ഈ ഒരു മോഡൽ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു നോർമൽ സ്മാർട്ട് ഫോണിൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ ആണ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഫോൾഡ് ചെയ്തിരിക്കുന്ന സമയത്ത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബിഗ്ഗറായുള്ള സ്ക്രീനും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു മോഡൽ കിട്ടുന്നുണ്ട്. ഈ ഒരു ഇമേജ് കൂടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും, അതായത് ഇതിൻ്റെ ആ ഒരു സെൽഫി ക്യാമറ സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത് ഇൻ ഡിസ്പ്ലേയിലല്ല കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഡിസ്പ്ലേയിൽ തന്നെയാണ്, പക്ഷേ അത് സൈഡിലേക്കാണ് അവർ ആ ഒരു ക്യാമറ സിസ്റ്റം കാര്യങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. ഈ ഒരു മോഡലിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള OS കാര്യങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് അറിയപ്പെടുന്നത് ഓക്സിജൻ OS ഫോൾഡ് എന്ന് പറയുന്ന രീതിയിലായിരിക്കും അറിയപ്പെടുന്നത് എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. കുറച്ചുകൂടെ ഒപ്റ്റിമൈസ്ഡ് ആയുള്ള OS കാര്യങ്ങളായിരിക്കും ഈ ഒരു മോഡൽ വരുന്നത്. അവർ ഗൂഗിളുമായിട്ട് കുറച്ചുകൂടെ വർക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ കാര്യങ്ങൾ കുറച്ചുകൂടെ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ സെറ്റ് ചെയ്യും എന്നുള്ളതാണ് അവരുടെ സൈഡിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മോഡലിന് സെപ്പറേറ്റ് ആയിട്ടുള്ള OS കാര്യങ്ങൾ നമുക്ക് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം മറ്റ് നോർമൽ OS, അതായത് OnePlusന്റെ OS വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു OS എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ ഒരു മോഡലിൽ അവർ പ്രൊവൈഡ് ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മളിതിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കവർ സ്ക്രീൻ വരുന്നതെന്ന് പറയുന്നത് 6.31 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ കാര്യങ്ങളാണ് അതിൽ വരുന്നത്. വിത്ത് LTPO ടെക്നോളജി കാര്യങ്ങളും ഈ ഒരു മോഡൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. 20:9 ആസ്പെക്ട് റേഷ്യോ കാര്യങ്ങളാണ് ഈ ഒരു സ്ക്രീനിൽ വന്നിരിക്കുന്നത്. ഇനി നമ്മളിതിൻ്റെ മെയിൻ സ്ക്രീൻ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കിനകത്ത് AMOLED ഡിസ്പ്ലേ കാര്യങ്ങളാണ് വരുന്നത്. കുറച്ചും കൂടെ സൈസ് കൂടിയ ഡിസ്പ്ലേ ആണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് 7.81 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ കാര്യങ്ങളാണ് വരുന്നത്. അതുപോലെ തന്നെ 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങൾ വരുന്നുണ്ട്. LTPO ടെക്നോളജി കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഒരു ടോപ്പ് ആൻഡ് സ്പെക്കും കാര്യങ്ങളാണ് ഡിസ്പ്ലേയിൽ 2 മോഡലിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതിലൊന്നും യാതൊരു കോംപ്രമൈസും കാര്യങ്ങളും OnePlus ചെയ്തിട്ടില്ല. ഇത് മൊത്തം പവർ ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും പവർഫുൾ ആയുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലുള്ള ചിപ്സെറ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 2 എന്ന് പറയുന്ന ആ ഒരു മോഡലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് മാത്രമല്ല നമുക്കിനകത്ത് LPDDR5Xൻ്റെ റാമും കാര്യങ്ങൾ വരുന്നുണ്ട്. 16 GB റാമാണ് അതിൽ വരുന്നത്. അതുപോലെ 256 GB സ്റ്റോറേജും കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. UFS 4.0 ആയിരിക്കും ഇതിൻ്റെ സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളും വരുന്നത്. ഒരു ബിഗ്ഗറായുള്ള ബാറ്ററി കാര്യങ്ങൾ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. 4800 mAh ബാറ്ററിയാണ് ഈ ഒരു മോഡൽ കൊണ്ടുവരുന്നത്. മറ്റ് ഫോൾഡബിൾ സ്മാർട്ട് ഫോൺ നോക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ബാറ്ററി ബാക്കപ്പ് നമുക്ക്, അല്ലെങ്കിൽ എന്താ പറയുക, കുറച്ചുകൂടെ ബാറ്ററി ഉള്ളതെന്ന് പറയുന്നത് ഈ ഒരു മോഡലാണ് വരുന്നത്. ട്രിപ്പിൾ ക്യാമറ സിസ്റ്റമാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ വരുന്നത്. 48 MP മെയിൻ ലെൻസ് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ 14 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. പിന്നെ 64 MP പെരിസ്കോപ്പ് ടെലിഫോട്ടോ ലെൻസും കാര്യങ്ങൾ വരുന്നുണ്ട്. 3x സൂമും കാര്യങ്ങളും നമുക്ക് ഈ ഒരു മോഡൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒരു കിടിലൻ ക്യാമറ, അതായത് നമുക്ക് അപ് ടു 8K വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സോ ഇനി ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഇത് ലോഞ്ച് ചെയ്യുന്ന ടൈമിൽ ഏകദേശം 1.2 lakhിൻ്റെ അടുത്ത് ഇതിന് പ്രൈസിങ് കാര്യങ്ങളും വരും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ഒരു സ്പെക്കൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് എന്തുകൊണ്ടും ആ ഒരു പ്രൈസ് ഓക്കെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൈ ലെവലായിട്ടുള്ള സ്പെസിഫിക്കേഷൻ കാര്യങ്ങൾ ഈ ഒരു മോഡൽ വരുന്നുണ്ട്. ഇനി നമുക്ക് അറിയാൻ കഴിയില്ല ഈ ഒരു പ്രൈസ് തന്നെ ആയിരിക്കും വരിക എന്നുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം പ്രൈസ് ഡ്രോപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ടാവും. ഇത്ര ആയിരിക്കില്ല, നമുക്ക് ഏകദേശം പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു പ്രൈസാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇത് തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ ഇത് കൂടാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പം ഏകദേശം ഒരു പ്രൈസാണ് ഞാൻ അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതങ്ങനെ നോക്കുന്ന സമയത്ത് എന്തുകൊണ്ടും ഒരു ടോപ്പ് ലെവൽ
ലെവലായുള്ള സ്പെസിഫിക്കേഷൻ കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. പ്രീമിയം ഡിസൈൻ അതുപോലെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മോഡലായിരിക്കും ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് കമ്പയർ ടു അതർ ഫോൾഡബിൾ സ്മാർട്ട് ഫോൺ. സോ ഇത് കുറച്ചും കൂടെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ്. ആ ഒരു രീതിയിലാണ് OnePlus ബിൽഡ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു കിടിലൻ ക്യാമറ സിസ്റ്റവും കാര്യങ്ങൾ നമുക്ക് ഇതിൽ കിട്ടുന്നതായിരിക്കും. അതുപോലെ 8K വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു മോഡൽ വരുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് എന്തുകൊണ്ടും OnePlusൻ്റെ ഫസ്റ്റ് ഫോൾഡബിൾ സ്മാർട്ട് ഫോണാണ്. കുറേ കാര്യങ്ങൾ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. കുറച്ചും കൂടെ എന്താ പറയുക യൂസർ ഫ്രണ്ട്ലി ആയുള്ള രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടി അവർ നോക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു മെയിൻ ഉദാഹരണമാണ് ഹിഞ്ചസ് കുറച്ചും കൂടെ സ്മോളർ ആക്കിയിട്ടുള്ളതും അതുപോലെ ഡിസ്പ്ലേയിൽ ആ ഒരു ഹിഞ്ചസിൻ്റെ ആ ഒരു ഗ്രീസിങ് അല്ലെങ്കിൽ എന്താ പറയുക അതിൻ്റെ ആ ഒരു വിസിബിലിറ്റി അവർ കുറച്ചിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാനുള്ള രീതിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്തിനേലും മോഡൽ ലോഞ്ച് ചെയ്യട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കൊണ്ട് യൂസ്ഫുൾ ആയിട്ടെന്ന് വിചാരിക്കുന്നു. ഞാനാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്കാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടാം ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് വേണ്ടി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.